ഇന്ന് പ്രിയപ്പെട്ടവരെ പത്രങ്ങളിൽ ഓരോ വാർത്തകൾ കണ്ടുകൊണ്ട് നമ്മൾ ഞെട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലല്ലേ 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരന്റെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് വളരെ ക്രൂരമായ ഒരു ചെയ്തിയാണ്. ഒന്നോർത്തു നോക്കൂ, ജനിച്ചു വീണ പെൺകുഞ്ഞിനെ സ്വന്തം പിതാവ് കുഴിച്ചു മൂടുന്നതിനേക്കാൾ ക്രൂരമാണോ അത്? ആ കാലഘട്ടത്തിലാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വേണ്ടാത്രങ്ങളും അന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ബെസ്റ്റി എന്നൊക്കെ പറയും, 2-3 കൊല്ലമായിട്ട് തുടങ്ങിയ സംഗതിയാണ് ബെസ്റ്റി. പഴയ കാലത്ത് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, 6-ാം നൂറ്റാണ്ടില് ആ സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു ഭാര്യ ഉണ്ടാവും, അതോടൊപ്പം ഒരുപാട് വെപ്പാട്ടിമാരും കാമുകിമാരും ഉണ്ടായിരുന്നു. ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ ഒരുപാട് പരപുരുഷ ബന്ധമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. വ്യഭിചാരം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ പ്രവണത മാത്രമായിരുന്നു. ഇന്നുള്ളതിനേക്കാൾ മോശമായ രീതിയിൽ അധപ്പതിച്ചുപോയ ഒരു ജനത, ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം സാംസ്കാരികമായി അധപ്പതിച്ചുപോയ ഒരു ജനതയെയാണ് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് വ്യഭിചാരം നടത്താൻ തുനിഞ്ഞു മക്കയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും. അത്രയ്ക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോയിട്ടുണ്ടോ? പരിശുദ്ധ കഅബാലയം. എന്താണ് ആ കഅബാലയത്തിന്റെ പ്രത്യേകത? നൂറ്റാണ്ടുകളായി രാജാതിരാജനായ റബ്ബ് തആല സംരക്ഷിച്ചു പോരുന്ന അവന്റെ വീടാണ് കഅബ. ആ കഅബാലയത്തിനെതിരെ തിരിഞ്ഞ കൈകളെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ബാക്കി വെച്ചിട്ടില്ല. ആ കഅബയുടെ ഉള്ളിൽ കയറിയിട്ട് വ്യഭിചരിക്കാൻ ധൈര്യം കാണിച്ചു ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഇസാഫ് നായില എന്ന് പേരുള്ള ഒരു സ്ത്രീ, ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഞാൻ ആ പേര് പറഞ്ഞത് ആ പേരിന് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇസാഫ് എന്നൊക്കെ പേരിടും. പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് വ്യഭിചാരം നടത്താൻ തുനിഞ്ഞ ആ പുരുഷനെയും സ്ത്രീയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കരിങ്കല്ലുകളാക്കി മാറ്റുകയാണ്. നിന്ന നൃത്തത്തിൽ അവർ കരിങ്കല്ലായി മാറി. പിന്നീട് വരുന്ന ജനതകൾക്ക് ഒരു പാഠമെന്നോണം. പക്ഷെ അവിടെയും തീർന്നില്ല. ഈ കരിങ്കല്ലുകൾ പിൽക്കാലത്ത് ദൈവങ്ങളായി മാറി, അവരുടെ കൂട്ടത്തില് വിഗ്രഹങ്ങളായി തീർന്നു. ഇത് നല്ല മനുഷ്യരൂപത്തിൽ കാണുന്ന ഒരു കല്ലായപ്പോ ഇത് ആരാധിക്കാൻ പറ്റുന്ന എന്തോ സംഗതിയാന്ന് കരുതിയിട്ട് ആ 2 കരിങ്കല്ലുകളെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ചെയ്തതിന്റെ പേരിൽ കരിങ്കല്ലുകളാക്കി സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യരെ പിന്നീട് ആരാധിക്കുന്ന ഒരു സാഹചര്യം പരിശുദ്ധമായ മക്കത്തുണ്ടായി. അത്രയ്ക്ക് അധപ്പതിച്ചു പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനത? ആ 2 ദൈവങ്ങളെയും, ഇസാഫിനെയും നായിലയെയും, 2 വിഗ്രഹങ്ങളെയും സഫാ മറുവ എന്ന് പറയുന്ന 2 കുന്നുകളിൽ അവർ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ സഅയ് ചെയ്യുന്ന ആ മനോഹരമായ ആചാരത്തെ ഈ 2 വിഗ്രഹങ്ങൾക്കുള്ള ആരാധനയാക്കി അവർ മാറ്റുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിലെ ആ ആയത്തിറങ്ങിയത്. ഇന്നസ് സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട മനോഹരമായ പവിത്രമായ പർവ്വതങ്ങളാണ്. ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. നിങ്ങൾ ഹജ്ജ് ഉംറയും ചെയ്യുന്ന സമയത്ത് ആ സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തുന്നത് ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നിങ്ങൾ സഅയ് നടത്തണം എന്നല്ലേ പറയേണ്ടത്. അത് ഹജ്ജിന്റെ ഉംറയുടെ ഭാഗമാണെന്നല്ലേ പറയേണ്ടത്. അള്ളാഹു പറഞ്ഞത് എങ്ങനെയാ? നിങ്ങളവിടെ സഅയ് നടത്തി എന്ന് കരുതിയിട്ട് അതൊരു വലിയ സംഗതിയല്ല, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? മുസ്ലിമീങ്ങളായ ആളുകൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം സഫയുടെയും മർവയുടെയും ഇടയിൽ അവർ സഅയ് നടത്തുമ്പോൾ പഴയ കാലത്ത് ഇസാഫിനെയും നായിലയെയും ആരാധിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് അവർ നടത്തിയ ആ നടത്തത്തെയാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. സഫയും മർവയും അള്ളാഹുവിന്റെ മഹത്തായ അടയാളങ്ങളാണ്. ആ സഫാ മർവകൾക്കിടയിൽ നിങ്ങൾ സഅയ് നടത്തുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്താണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളായ ആളുകളെ, ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അത്രമേൽ ക്രൂരതകൾ നടമാടിയിരുന്ന ഒരു കാലത്ത്, അത്രമേൽ മോശമായ പ്രവണതകൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലത്താണ് നന്മയുടെ ഒരു തിരിവെട്ടമായി ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നത്. ഇതിഹാസമെഴുതിയ ബശറരേ, ഇസ്ലാമിൻ മരതക ബദറരേ. ഇതിഹാസമെഴുതിയ ബശറരേ, ഇസ്ലാമിൻ മരതക ബദറരേ. ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാഹ്,
ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാഹ് യാ റസൂലേ യാ ഹബീബേ യാ ഹബീബല്ലാഹ് ഉലകിലകിലും പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലും പ്രകാശമേ ഉടയവന്റെ ദാനമേ. ഇന്ന് ലഹരിയെക്കുറിച്ച് നമ്മൾ വല്ലാതെ പരാതിപ്പെടാറുണ്ടല്ലോ. വളർന്നു വരുന്ന മക്കളെല്ലാം ലഹരിയുടെ അടിമകളാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന കാലത്ത് മക്കയുടെ അറേബ്യയുടെ അറബികളുടെ അവസ്ഥ എന്താണ്? ലഹരി എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കണ്ടിരുന്ന കാലമാണ്. ഏതെല്ലാം തരത്തിലുള്ള മദ്യമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഒരു കള്ള കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്, എവിടെ നട്ട മരത്തിൽ നിന്ന് വാറ്റിയെടുത്തതാണ്, മുന്തിരിച്ചെടിയിൽ നിന്ന് വാറ്റിയെടുത്തതാണെന്ന് അവർക്ക് പറയാൻ കഴിയുമായിരുന്നു എന്നാണ്. ഒരു കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അത് വരണ്ട ഭൂമിയിലുള്ളതാണോ, നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയിലുള്ളതാണോ, അതൊരു കബറിന്റെ മുകളിൽ നട്ടതാണോ എന്ന് പോലും ആ കള്ളിന്റെ ഗുണം നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം അതിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളുകൾ. ലഹരി എന്നുള്ളത് സമൂഹത്തിലെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു കാലം. ആണും പെണ്ണും ഒരുപോലെ ലഹരിയുടെ അടിമകളായി മാറിയിരുന്ന കാലം. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെയും മാറ്റിയെടുക്കുകയാണ്. എങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത്? അവരുടെ കൽബുകളിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത ഒരു സ്നേഹത്തിന്റെ വിത്ത് നടുകയാണ്. ആ വിത്താണ് മുളച്ച് മനോഹരമായ സ്നേഹത്തിന്റെ വൃക്ഷമായി മാറിയത്. അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് വേരുകൾ ആഴ്ത്തിയപ്പോൾ ആ സ്നേഹം എന്ന് പറയുന്ന വൃക്ഷത്തെ ഒരിക്കലും മുറിച്ചു മാറ്റാൻ, പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയത്തെ അത് സ്വാധീനം ചെലുത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പ് തമ്മാടിത്തത്തിന്റെയും ക്രൂരതയുടെയും പര്യായമായിരുന്ന ആളുകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോ അവരെല്ലാവരും എത്ര നല്ലവരായി മാറി. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന് മുമ്പുള്ള ജീവിതവും അതിനുശേഷമുള്ള ജീവിതവും പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പഠിക്കണ്ടയോ ആ ജീവിതത്തെക്കുറിച്ച്? ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മാറ്റിയെടുത്തത്? ദുശ്മനോं से बदला किया हजरत ने कभी भी मारा भी तो अखलाक के तलवार से मारा. സ്നേഹമായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുധം. ആ സ്നേഹം അവർക്ക് ലഭിച്ചപ്പോ അവർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റു സ്നേഹിക്കുകയാണ്, അളവറ്റു സ്നേഹിക്കുകയാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സ്നേഹത്തിന്റെ എത്ര വലിയ മാതൃകയാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്വഹാബിമാര് സ്നേഹിച്ച പോലെ ലോകത്തൊരു ജനതയും അവരുടെ നേതാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ സ്നേഹിച്ച പോലെ ലോകത്തൊരു നേതാവും അവരുടെ സമുദായത്തെ സ്നേഹിച്ചിട്ടില്ല. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈകൾ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുകയാണ്. ആ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും മഹാനവറുകൾ തന്റെ വലതു കൈ കൊണ്ട് അവിടുത്തെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചില്ല എന്നാണ്. അവിടുത്തെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ പിന്നെ വലത് കൈ കൊണ്ട് സ്പർശിച്ചില്ല. കാരണം എന്താ? അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ പരിശുദ്ധമായ കൈകൾ സ്പർശിച്ച കൈയാണ്. ആ കൈ കൊണ്ട് ഇനി മോശമായ ഒന്നിനെയും ഞാൻ തൊടുകയില്ല എന്ന് തീരുമാനിക്കാൻ മാത്രം സ്നേഹത്തിന്റെ ലോകത്തേക്ക് മഹാനവറുകളെ കൊണ്ടുപോയത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ സൽസ്വഭാവമാണ്, പെരുമാറ്റമാണ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്കും പരിഹാരം ആ സ്നേഹത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോകുന്നവരുണ്ടെങ്കിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ദീനിൽ നിന്ന് തെറിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹു മറ്റൊരു ജനതയെ കൊണ്ടുവരും. എന്താ അവരുടെ പ്രത്യേകത? യുഹിബ്ബുഹും വയുഹിബ്ബൂന. അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. അതുമാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരികമായ അപജയത്തിന്, ഈ ആത്മീയമായ പരാജയത്തിന്റെ പരിഹാരം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈമാനിനൊരു മാധുര്യമുണ്ട് എന്ന്. ആ മാധുര്യം കിട്ടാത്തത് കൊണ്ടാണ് നമുക്കത് വേണ്ട എന്ന് തോന്നുന്നത്. ഏതൊരു കാര്യം അങ്ങനത്തല്ലേ? ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. ആ കാര്യത്തിന്റെ ലഹരി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ലഹരി എന്ന് പറയുന്നത് വെറും മരുന്ന് മാത്രമല്ല. ഒരാൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കുടിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിൽ ചായ അയാൾക്കൊരു ലഹരിയാണ്. ഒരാൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായി ചെയ്യണമെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലഹരി. പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാരുണ്ട്, അവർക്ക് പരിശുദ്ധ ഖുർആൻ ഒരു ലഹരിയാണ്. ചില ആളുകൾക്ക് വിശുദ്ധമായ സ്വലാത്തുകൾ ഒരു ലഹരിയാണ്. ആ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിയിരിക്കുമ്പോൾ ജീവിതത്തിൽ മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ഒരു അനുഭൂതി അവർക്കത് അതിൽ നിന്ന് ലഭിക്കുകയാണ്. അതന്നെയാണ് അൽഹംദുലില്ലാഹ് നമ്മളെപ്പോലുള്ള ആളുകൾ, ഈ വെള്ള വസ്ത്രധാരികളായ ആളുകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചില ആൾക്കാർ വിചാരിക്കും ഇവർക്ക് എന്താ പിരാന്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാൾ ഫുട്ബോളിന്റെ ലഹരി ബാധിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് മെസ്സി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ്, അല്ലെങ്കിൽ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ്. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ ചങ്ങായി നിനക്ക് ബോധമില്ലേ? ഈ മെസ്സിക്ക് വേണ്ടിയിട്ട് ഇത്ര പൈസ ചെലവാക്കിയിട്ട് കട്ടൗട്ട് ഉണ്ടാക്കി അതിനു വേണ്ടി അടിച്ചും കൊന്നും ചത്തും ജീവിക്കാൻ നിനക്കെന്താ ബുദ്ധിയില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിനൊക്കെ അയാൾ മറുപടി പറയാ? ഈ മെസ്സി ഇതൊക്കെ അറിയുന്നുണ്ടോ? നിന്റെ വീട്ടിൽ മെസ്സി ചെലവിന് കൊണ്ടുവന്നു തരുമോ? അല്ലെങ്കിൽ നീ വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് പനി വന്ന് കിടപ്പിലായ മെസ്സി കഞ്ഞിവാരി പിന്നെ മുക്കിത്തരുമോ? ഒന്നുമില്ല. പക്ഷെ എന്താണത്? അതൊരു ലഹരിയാണ്, അതൊരു സ്നേഹമാണ്. അതിൽ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. എൻ്റെ കാര്യം നീ നോക്കണ്ട, പോയി പണി നോക്കുന്നതായിരിക്കും ആ മനുഷ്യൻ പറയാ, അല്ലേ? ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു ഫുട്ബോൾ ഭ്രാന്തനായ ചെറുപ്പക്കാരന് ഫുട്ബോളിനോടുള്ള സ്നേഹം പോലും നമുക്ക് പരിശുദ്ധമായ ദീനിനോടില്ലാതെ പോയാൽ ഈ ഈമാനിനൊക്കെ പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? ഈമാൻ ഒന്ന് വേറെയാണ്, ഈമാന്റെ മാധുര്യം ഒന്ന് മറ്റൊന്നാണ്. ആ മാധുര്യം കിട്ടണം പ്രിയപ്പെട്ടവരെ. നമ്മൾ റോട്ടുമ്മ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബേക്കറിൽ നല്ല ലഡു ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ഗ്ലാസിന്റെ കൂട്ടില്. അതുകൊണ്ട് എന്താ, അതിങ്ങനെ കണ്ടുപോകാം. പക്ഷെ ആ ലഡു എന്തെന്ന് അറിയണമെങ്കിൽ അത് തിന്നു നോക്കണം. അപ്പോഴാണ് അതിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ആ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കാത്ത നിർഭാഗ്യവാന്മാരായി നമ്മൾ മാറാൻ പാടില്ല. ഈമാന്റെ മാധുര്യം അതനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആ ഈമാനിലായി മരിക്കാൻ നമുക്ക് കഴിയൂലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. എന്താ ഈമാന്റെ മാധുര്യം കിട്ടാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. പേടിച്ചിട്ട് ചെയ്യുന്നതിന് ആ പേടി പോയാൽ പിന്നെ അത് തീർന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യണവർ അത് കിട്ടിയാൽ പിന്നെ അത് കഴിഞ്ഞു, അവർക്ക് അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷേ ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാവും. ബാപ്പ 2 മക്കളെ വിളിക്കുകയാണ്, എന്നിട്ട് അവരോട് പറയാ കടയിൽ പോയി ഇന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. ഒരാൾ ഒരു കടയിൽ പോയി, മറ്റേ ആൾ മറ്റേ കടയിൽ പോയി. അങ്ങനെ അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ഈ ബാപ്പ ചോദിക്കുകയാണ് ഒന്നാമത്തെ ആളോട്, മോനെ നീ എന്തേ ഞാൻ പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നത്? എന്നെ അനുസരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പം ആ മകൻ പറയാണ്, ബാപ്പ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ പോയി വാങ്ങിക്കൊണ്ടെന്നാൽ ചിലപ്പോൾ ബാക്കിയുള്ള ചില്ലറ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും, ആ ഒരു മുട്ടായി കിട്ടും, അതുകൊണ്ട് പോയതാണ് എന്ന് ഒന്നാമത്തെ മകൻ പറഞ്ഞു. രണ്ടാമത്തെ മകൻ പറയാണ്, ബാപ്പ അത് പറഞ്ഞത് നിങ്ങളല്ലേ, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഭക്ഷണം തരുന്നത്, ചെലവിന് തരുന്നത്, എനിക്ക് വസ്ത്രം വാങ്ങി തരുന്നത്, എനിക്ക് ജീവിതം തന്നത് നിങ്ങളല്ലേ, അപ്പം ഞാനത് ചെയ്യേണ്ട കാര്യമില്ലേ എന്നൊരു മകൻ ബാപ്പാനോട് പറഞ്ഞാൽ ആ ബാപ്പാക്ക് ഏത് മകനോടായിരിക്കും ഇഷ്ടം? പ്രിയപ്പെട്ടവരെ, അതല്ലേ സത്യത്തിൽ, അതല്ലേ നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം. എന്തിനാ നിസ്കരിക്കണത്? സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടാൻ പിന്നെ കഴിഞ്ഞോ? കിട്ടിയാൽ പിന്നെ കഴിഞ്ഞോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം അല്ലാഹുവാണ്. ആ പരിശുദ്ധമായ ലിഖാഅ്, ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വാരിക്കോരി തന്ന രാജാതിരാജനെ ഒന്ന് കാണണ്ടയോ നമുക്ക്? ഓരോ നിമിഷവും നമ്മെ ജീവിപ്പിക്കുന്ന റബ്ബിനെ ഒന്ന് കാണണ്ടയോ നമുക്ക്? ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഞരമ്പുകൾക്ക് കരുത്ത് ചോർന്നു പോയാൽ ആ കസേര എഴുന്നേൽക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക്
ഓരോ നിമിഷവും അള്ളാഹു നമ്മളെ പോറ്റുകയാണ്. ആ റബ്ബിനെ കാണാൻ സുഖമെല്ലാം മറക്കുന്ന സുഖമുണ്ടാ സുവർഗത്തിൽ, സുഖമെല്ലാം മറക്കുന്ന സുഖമുണ്ടാ സുവർഗത്തിൽ, സമദിൻ്റെ ലിഖായാണേ അതേ ഗോഹം ദുടയോനേ, അതേ ഗോ ഹംദുടയോനേ, മുറാദി ആഖിറം അല്ലാഹ്, മുറാദി നിൽ ലിഖാ അല്ലാഹ്. ഒരു നേരം ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ എങ്ങനെയാ നിസ്കരിക്കാൻ പോണത് പ്രിയപ്പെട്ടവരെ? തലക്കുമുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കണ പോലെയാണ്. ആ വാളവിടെ നിന്നിട്ട് മാറ്റിയാലേ സമാധാനമുള്ളൂ. ഇതല്ലേ നമ്മുടെ നിസ്കാരം? നമ്മൾ തന്നെ പറയാറുണ്ട്, ബാങ്ക് കൊടുത്തില്ല ഞാൻ നിസ്കരിക്കുക ആണ്, തീർന്നിട്ടല്ലോ. എന്തോ ഒരു ശല്യം നമ്മുടെ പിന്നാലെ ഇങ്ങനെ കൂടിയപ്പോൾ അതിനങ്ങോട്ട് ഒഴിവാക്കണ പോലെ. അതാണ് നമ്മുടെ നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, യശീബുൽ മർഉ ഫിൽ ഇസ്ലാം. ഒരു മനുഷ്യൻ നിസ്കരിച്ച് അവൻ വയസ്സനായി. ആ വയസ്സാം കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര കാലം അവൻ നിസ്കരിച്ചു, എത്ര റക്അത്തുകൾ, എത്ര വക്തുകൾ. വലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ അബദാ. അവൻ്റെ ഒരു നിസ്കാരം പോലും അള്ളാഹിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ എത്ര നിസ്കാരക്കാര്. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമ്മുടെ നിസ്കാരം? സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ നിസ്കരിച്ചത്? എന്തെങ്കിലും പ്രയാസം ഉണ്ടാവണ നേരത്ത് ഫസിഅ ഇലസ്സലാ, ആ പ്രയാസത്തിൽ നിന്ന് പരിഹാരമായി നിസ്കാരത്തിന് പോവാൻ. നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്ത ഒരു സമാധാനമാണ്, വല്ലാത്ത ഒരു തണുപ്പാണ്. കാരണം അള്ളാഹുവിനോടാണ് സംസാരം. അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. പരിശുദ്ധമായ റജബിലല്ലേ നമ്മളുള്ളത്. 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹായും ഷജറത്തുൽ മുൻതഹായും ബൈത്തുൽ മഅമൂറും ബൈത്തുൽ ഇസ്സയും കടന്ന്, പ്രകാശത്തിന്റെ കടലും കടന്ന്, പ്രകാശത്തിന്റെ മറകളും കടന്ന്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാതിരാജനായ റബ്ബിനോട് മുനാജാത്തിന് പോയ മനോഹരമായ രാത്രിക്ക് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത മാസത്തിലല്ലേ രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരേ, തഹിയ്യത്ത് ഏകിയുള്ള തിരുദൂതരേ. ആ പരിശുദ്ധമായ മുനാജാത്തിന്റെ മധുരം ഈ ഉമ്മത്തിന് മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നിസ്കാരം. അത് നമ്മുടെ മിഅറാജാണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്. നമ്മൾ പറയുന്നതിന് അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹിനോട് നേരിട്ടാ പറയുന്നത്. ഒരു അടിമ നിസ്കാരത്തിലേക്ക് നിന്നിട്ട് അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അതെനിക്കുള്ളതാണ്. അവൻ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, ഞാനാണ് റഹ്മാൻ, ഞാനാണ് റഹീം. ആ അടിമ അടുത്തതായി പറയുന്നത് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അത് പറയുമ്പോൾ അള്ളാഹ് മറുപടി കൊടുക്കുകയാണ്, ആ അടിമ പറഞ്ഞത് സത്യമാണ്, അതെനിക്കുള്ളതാണ്, എൻ്റെ അധികാരമാണ്. അടുത്തതായി ആ അടിമ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അപ്പോൾ അല്ലാഹു പറയും, ഇതെന്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കാര്യമാണ്. അടുത്തതായി അടിമ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, സിറാത്ത് മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ റബ്ബേ. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, അതെന്റെ അടിമക്കുള്ളതാണ്. ഇത് അള്ളാഹിനോടുള്ള സംസാരമാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് എന്തിനാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ ആ മാധുര്യം നമുക്ക് കിട്ടൂലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നിസ്കാരത്തിന്റെ മാധുര്യം അനുഭവിക്കാതെ മരിച്ചു പോകുന്നവർ എത്ര നിർഭാഗ്യവാന്മാരാണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ആ അത്ഭുതങ്ങൾ അറിയാതെ മരിച്ചു പോകുന്നവർ എത്ര നിർഭാഗ്യവാന്മാരാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരിക്കൽ ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാത്രി നിസ്കാരത്തിൽ ഖുർആൻ ഒരുപാട് ജുസുകൾ ഓതി തീർക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മോനെ, ഇന്ന് നീ നിസ്കരിക്കണ നേരത്ത് നിന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടൊന്ന് നിസ്കരിച്ചു വെക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി, കാരണം ഉസ്താദ് ഇവിടെ അടുത്തുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓരോന്നും ശ്രദ്ധിച്ചാണ് ചെയ്തത്, വളരെയേറെ ആത്മാർത്ഥമായി ചെയ്തു, ഫാത്തിഹയൊക്കെ കൃത്യമായിട്ട് ഓതി. അതുകൊണ്ട് വളരെ കുറഞ്ഞ സൂറത്തുകളെ എനിക്ക് ഓതാൻ കഴിഞ്ഞതുള്ളൂ.
അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മോനെ നാളെ നീ നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ തൊട്ടടുത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു നോക്ക്. പിറ്റേ ദിവസം ആ മനുഷ്യൻ വരികയാണ്, പ്രിയപ്പെട്ട ഉസ്താദേ, ഇന്നലെ രാത്രി എനിക്ക് ഫാത്തിഹ പോലും പൂർത്തിയാക്കാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അടുത്ത ആരായിരിക്കുന്നത്? ആ ഹബീബിന്റെ മേലിൽ ഖുർആൻ ഇറങ്ങിയതാണ്. ഞാൻ ഓതുമ്പോ എന്തെങ്കിലും തെറ്റ് വന്നു പോയാൽ, എൻ്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയാൽ മുത്തുനബി തങ്ങളത് കാണൂലേ എന്ന് കരുതിയിട്ട് ഞാൻ വല്ലാതെ ശ്രദ്ധയോടെ ആത്മാർത്ഥമായി നിസ്കാരത്തിലേക്ക് നിന്നപ്പോ ഫാത്തിഹ പോലും പൂർത്തീകരിക്കാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി എന്ന്. ഈ നിസ്കാരാണ്. ഇനിയിപ്പോ തറാവിയൊക്കെ അല്ലേ വരാൻ പോണത്. ഏറ്റവും കൂടുതൽ സ്പീഡിൽ എവിടെ നിസ്കരിക്കണത്? അവിടേക്ക് വണ്ടി വിളിച്ചു പോവാണ് ആൾക്കാർ. എന്തിനാ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുന്നത്? നിസ്കാരത്തിന് കളിയാക്കുന്നത് എന്തിനാണ് കുരുത്തക്കേട് വാങ്ങണത്? അള്ളാഹുവിന്റെ കോപം വാങ്ങുന്നത്. നിസ്കരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇത് സുന്നത്തായ കാര്യമല്ലേ? അതുകൊണ്ട് ഇതൊന്നും വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നവരായി നമ്മൾ അധപ്പതിച്ചു പോകരുത്. ഇനിയും അങ്ങനെ ആവരുത്. ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, എന്നോട് മാത്രമാണ്. ഇനിയും ഇതൊക്കെ ചടങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നവരായി നമ്മൾ മാറരുത്. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയുടെ ആ മാധുര്യം നമ്മൾ അറിയണം, നിസ്കാരത്തിന്റെ മാധുര്യം അറിയണം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരല്ലാവിൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാമയനെ വിധി പറയും ദിവസത്തിനേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സദയം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരല്ലാവിൻ തിരുനാമത്തിൽ. ഫാത്തിഹയാണിത്. ഇതിന് എത്ര രസമുണ്ട് ഇതൊക്കെ പാടാനും കേൾക്കാനും. അതൊന്നും മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോൾ ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്ന മാധുര്യം ഉണ്ടല്ലോ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ഭരണാധികാരിക്ക് ലഭിക്കാത്ത സുഖമാണ്. അള്ളാഹു അത് അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ, ഈമാനിനൊരു പ്രകാശമുണ്ട് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മാധുര്യം അനുഭവിക്കാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ആ മാധുര്യം അനുഭവിക്കാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലു സല്ലല്ലാഹു. അങ്ങനെ ഇരുന്നാ പോരാ. ഇതൊക്കെ ഈമാന്റെ മാധുര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ. ഒരൊറ്റ തവണ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവരുടെ മനസ്സ് മദീനയിലേക്ക് പറന്നിറങ്ങുകയാണ്. കരഞ്ഞുകൊണ്ടല്ലാതെ വിതുമ്പിക്കൊണ്ടല്ലാതെ ആ വർത്തമാനങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം വല്ലാത്തൊരു ആശിഖാണ്. പരിശുദ്ധമായ മദ്ഹുകൾ എഴുതി അത് പാടി ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ ചില വോയിസുകളൊക്കെ ഇടും. ആ വോയിസിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ വിതുമ്പുന്നത് കാണാൻ കഴിയും. ചില ആൾക്കാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഈമാനാണത്. ചില ആളുകളുടെ കൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഇഷ്കാണത്. അള്ളാഹു അതനുഭവിക്കാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം തരണേ റബ്ബേ. എത്ര കാലമെന്ന് കരുതിയിട്ടാ പ്രിയപ്പെട്ടവരെ ഈ മഴയെ തൊലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണ്ടയോ? എത്ര റമളാനുകളാ കഴിഞ്ഞു പോകുന്നത്. ഇനിയൊരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവേ, അവസാനത്തെ തെറ്റും പുറത്തു തന്നിട്ടല്ലാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുതേ അല്ലാ. ചൊല്ലണേ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉറക്കെ ചൊല്ലണേ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു സയ്യിദിനാ മുഹമ്മദ്. ഈ തിങ്കളാഴ്ച രാവിൽ മദീനത്തേക്ക് സമർപ്പിക്കപ്പെടുന്ന സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്തുകൾ. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ ചൊല്ലു സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമണം ഹബീബേ ചൊല്ലു സ്വല്ലല്ലാഹു സയ്യിദിനാ മുഹമ്മദ് റഹ്മത്തുൽ ആലമീൻ ത്വാഹ ചൊരിയണം ഞങ്ങളിൽ റാഹ സ്വല്ലല്ലാഹു സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ലഹരിയുടെ മായാലോകങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് നമുക്ക് പറയാനുള്ളത് ജീവിതമാണ് ലഹരി എന്നുള്ളതാണ്. ഇപ്പോൾ കേരള പോലീസിന്റെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ക്യാപ്ഷൻ തന്നെ അതാണ്, ജീവിതമാണ് ലഹരി. കാരണം ലഹരി ഇല്ല എന്ന് പറയാൻ പറ്റൂല, ലഹരി ഉണ്ട്. പക്ഷേ ആ ലഹരി തെറ്റായ കാര്യങ്ങളോടാവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം ലഹരിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏതൊന്നിനോടാണ് നമുക്ക് കൂടുതലായി താല്പര്യം തോന്നുന്നത്, ഏതൊന്നാണോ നിരന്തരമായി നമുക്ക് ചെയ്യാൻ തോന്നുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണോ കൂടുതൽ നമുക്ക് മനസ്സിന് ആനന്ദം തോന്നുന്നത്, ആ കാര്യമാണ് ലഹരി. പ്രിയപ്പെട്ടവരെ, നമുക്കവരോട് പറയാനുള്ളത് ജീവിതമാണ് ലഹരി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാവണം. എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പടച്ചോനെ ഞാനത് സഹിക്കും റബ്ബേ, ഞാൻ നിന്നിൽ തവക്കുലാക്കിയിരിക്കുന്നു പടച്ചോനെ. എനിക്ക് ജീവിതത്തിൽ ഇത്രയും കാലം നീ സന്തോഷം തന്നില്ലേ, ഇനി ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും നിന്നിൽ നിന്നാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ സമ്പൂർണമായ പൊരുത്തത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുമല്ലാ. അത് പറഞ്ഞ ഒരുത്തൻ്റെ ജീവിതം എത്ര സന്തോഷകരമാണ് പ്രിയപ്പെട്ടവരെ.